നമസ്കാരം. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖ ഇടപാടിൽ ദുരൂഹതയെന്ത്? അദാനിയുടെ ഓഹരി MSC കമ്പനിക്ക് കൈമാറുന്നത് അപകടകരമാണെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച എന്താണ്? ഭരണപക്ഷത്തിരുന്നപ്പോൾ അദാനി ഗ്രൂപ്പിനെ സർക്കാരിന്റെ പാർട്ട്ണർ എന്ന് വിശേഷിപ്പിച്ചവർ പ്രതിപക്ഷത്തായപ്പോൾ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അദാനിയും VD സതീശനും തമ്മിൽ ഡീലുണ്ടോ? അദാനി MSC ഡീലിൽ കോൺഗ്രസിൽ കടുത്ത എതിർപ്പുയരുന്നത് സ്വന്തം പാർട്ടിക്ക് പോലും മുഖ്യമന്ത്രിയെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ? സമഗ്രമായി നോക്കാം. ടോപ് 10 ആദ്യം പ്രധാന തലക്കെട്ടുകൾ. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ കരുതലോടെ നീങ്ങാൻ സർക്കാർ നിയമോപദേശം തേടും. അപേക്ഷ പുതുക്കി നൽകിയ അദാനി ഗ്രൂപ്പ് MSC കമ്പനിയുമായുള്ളത് പ്രാഥമിക ധാരണ മാത്രമെന്നും അന്തിമ തീരുമാനമുണ്ടായിട്ടില്ലെന്നും അദാനി. കരാർ പൂർണ്ണമായും ലംഘിച്ചെന്ന് CPM. ധവളപത്രം പുറത്തിറക്കണമെന്ന് BJP. ഓഹരി കൈമാറ്റത്തിൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത. അടിയന്തര രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്ന് ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് സംസ്ഥാന ഭാരവാഹിയുടെ കത്ത്. ED ആക്രമിച്ച കേസിൽ CBI അന്വേഷണമില്ല. പോലീസ് അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിലയിരുത്തി കോടതി. സുരക്ഷ ഒരുക്കുന്നതിൽ വീഴ്ചയില്ലെന്നും റെയ്ഡിന്റെ കാര്യം അറിഞ്ഞിരുന്നില്ലെന്നും സർക്കാർ. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഗീനാകുമാരി സ്വീകരിച്ചതെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. CBI അന്വേഷണം വേണമെന്ന പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പൊതുമേഖലയിലേതുൾപ്പെടെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സംസ്ഥാന സർക്കാരിന്റെ അന്ത്യശാസനം. 3 ആഴ്ചയ്ക്കുള്ളിൽ കണക്ക് സമർപ്പിക്കാൻ വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി. ഉത്തരവ് താൽക്കാലിക നിയമനങ്ങളിൽ അഴിമതി നടക്കുന്നുവെന്ന ആക്ഷേപത്തെ തുടർന്ന്. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കി. വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായതായും പവർ പൂളിൽ നിന്ന് വൈദ്യുതി ലഭിച്ചതായും KECB. വടക്കൻ ജില്ലകളിൽ കനത്ത മഴ. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. അടുത്ത 5 ദിവസം കൂടി ശക്തമായ മഴയുണ്ടാകും. നാളെയും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഓപ്പറേഷൻ തൂഫാൻ നടപടി ശക്തമാക്കി സർക്കാർ. പെരുമ്പാവൂരിൽ ജനസഭയും റാലിയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് ഹിന്ദിയിൽ പ്രതിജ്ഞയെടുപ്പിച്ചു. പാലക്കാട് തൂഫാൻ സംഘത്തെ ആക്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. അബ്കാരി നയം നിലവിൽ വന്നാൽ വീര്യം കുറഞ്ഞ മദ്യത്തിൽ തീരുമാനമെന്ന് മന്ത്രി M. ലിജു. സർക്കാരിന്റെ മദ്യനിലപാടിൽ വിമർശിച്ച് മാർത്തോമാ സഭ. കശുവണ്ടി അഴിമതി കേസിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ R. ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയ സർക്കാർ ഉത്തരവിൽ വിവാദം. ഹൈക്കോടതിയുടെ നിർബന്ധം കൊണ്ടാണ് അനുമതി നൽകുന്നത് എന്ന് ഉത്തരവിൽ എഴുതിയത് പ്രതികൾക്ക് വേണ്ടിയെന്ന ആക്ഷേപം. ഹൈക്കോടതിയിൽ ഹാജരാക്കാതിരുന്ന ഉത്തരവ് പ്രതിയായ ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനത്തിൽ വായിച്ചതും വിവാദത്തിൽ. നാളെ തൃശൂരിൽ INTUC സംസ്ഥാന നിർവാഹക സമിതി യോഗം. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി ഉൾപ്പെടെയുള്ള പ്രമുഖരെ കൊലപ്പെടുത്താനുള്ള ഇസ്രായേൽ പദ്ധതിക്ക് തടയിട്ടത് അമേരിക്കയെന്ന് റിപ്പോർട്ട്. മധ്യേഷ്യയിലെ സഖ്യകക്ഷികൾ വഴി വിവരം ഇറാനെ അറിയിച്ചത് US എന്ന ന്യൂയോർക്ക് ടൈംസ്. ഇറാൻ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം. ഭൗതിക ശരീരം തെഹ്റാനിലെ ഇമാം ഖുമേനി ഹുസൈനിയയിൽ എത്തിച്ചു. ലോകകപ്പ് നോക്കൌട്ടിൽ അർജന്റീന കേപ്പ് വെർദെ പോരാട്ടം. മത്സരം പുലർച്ചെ 3:30. ക്രൊയേഷ്യയെ തോൽപ്പിച്ച് പോർച്ചുഗൽ പ്രീ ക്വാർട്ടറിൽ. ജയം 1-2 ഗോളുകൾക്ക്. ഓസ്ട്രിയയെ തകർത്ത് സ്പെയിനും അൾജീരിയയെ തോൽപ്പിച്ച് സ്വിറ്റ്സർലൻഡും പ്രീ ക്വാർട്ടറിൽ. കൊച്ചിയിലെ അമേരിക്കൻ കമ്പനിയായ കോറോ ഹെൽത്തിലെ 900ഓളം ജീവനക്കാരെ പിരിച്ചുവിട്ടത് സർക്കാർ മരവിപ്പിച്ചു. നടപടി തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയും ഉമാ തോമസ് MLAയും നടത്തിയ ഇടപെടലിനെ തുടർന്ന്. തിങ്കളാഴ്ച കമ്പനി അധികൃതരുമായി സർക്കാർ ചർച്ച നടത്തും. നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. സ്റ്റോറി ഓഫ് ദി ഡേ. കണ്ടലിനെ കാക്കാൻ കരുതലോടെ രാജൻ.
വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ നിയമോപദേശം തേടാനൊരുങ്ങി സർക്കാർ. തിടുക്കത്തിൽ അനുമതി നൽകേണ്ടെന്നും വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രം അനുമതി നൽകിയാൽ മതിയെന്നുമാണ് സർക്കാർ നിലപാട്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ കോൺഗ്രസിലും ഭിന്നത രൂക്ഷമാണ്. അദാനിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്നാണ് KC വിഭാഗത്തിന്റെ ആവശ്യം. കരാർ വിവാദത്തെ പ്രതിപക്ഷവും രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. അദാനിയോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിലാണ് കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസം. വിഷയത്തിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്ന നിലപാടിലാണ് KC വിഭാഗം. കേരളം ഭരിക്കുന്നത് BJP സർക്കാരല്ലെന്ന് KC കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അദാനി പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുകയെന്നും KC ചൂണ്ടിക്കാട്ടിയിരുന്നു. KC ശക്തമായ നിലപാട് എടുത്തതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി അദാനിക്ക് അതൃപ്തി അറിയിച്ച് കത്തയച്ചത്. വിഷയത്തിൽ തുടക്കത്തിൽ തന്നെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് മുഖ്യമന്ത്രി എന്നാണ് സതീശൻ അനുകൂലികൾ പറയുന്നത്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറാനുള്ള അദാനിയുടെ നടപടിയിൽ നിയമോപദേശം തേടാനാണ് സർക്കാരിന്റെ തീരുമാനം. വിദഗ്ധ സംഘം പരിശോധന നടത്തുകയും ചെയ്യും. കരാറിന് അതിവേഗം അനുമതി നൽകേണ്ടതില്ല എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. കരാർ വിവാദം സർക്കാരിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധമാക്കി മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെ അപേക്ഷ പുതുക്കി നൽകിയ അദാനി ഗ്രൂപ്പ്. MSC കമ്പനിയുമായുള്ളത് പ്രാഥമിക ധാരണ മാത്രമെന്നും അന്തിമ തീരുമാനമുണ്ടായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് അദാനി അപേക്ഷ നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ അനുമതിക്ക് ശേഷം മാത്രമേ മുന്നോട്ടു പോകുകയുള്ളൂ എന്നും അദാനി കമ്പനി വ്യക്തമാക്കി. സെബിക്ക് നൽകിയ കത്തിൽ പ്രാഥമിക ധാരണ മാത്രമെന്നും അദാനി കമ്പനിയുടെ അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. വിഴിഞ്ഞം വിഷയത്തിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കരാറിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പ് നൽകിയിട്ടുള്ളതാണെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ പ്രതിപക്ഷത്തിനും ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറയുന്നത്. വിഴിഞ്ഞം കരാർ സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുണ്ടെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. പഴയ മുഖ്യമന്ത്രിക്ക് തങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത് UDF ആണ്. പിന്നീടുള്ള കാലം LDF ഭരണമായിരുന്നു. അതുകൊണ്ട് കരാറിൽ എന്തൊക്കെയാണുള്ളതെന്ന് അവർക്കാണ് അറിയുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. അതിൻ്റെ ഇൻഫർമേഷൻ ഞങ്ങൾക്കിപ്പോൾ വന്നേ ഉള്ളൂ. ഞങ്ങളോട് ഔദ്യോഗികമായി ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ക്ലിയറായി. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ബന്ധപ്പെട്ടതിന് ശേഷമുള്ള കാര്യങ്ങൾ ഗുണമാണോ ദോഷമാണോ, അതല്ല അത് രാജ്യരക്ഷയ്ക്ക് വേറെ വല്ല പ്രശ്നങ്ങളുണ്ടോ, അതല്ല ഇത് ഈ കരാറിൽ ഉണ്ട് എന്നവർ പറയുന്നുണ്ട്, അതുണ്ടോ ഇല്ലേ, എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് മറുപടി പറയാം എന്ന് ഫ്ലോറിൽ ക്ലിയറായിട്ട് ഈ വിഷയം വന്നപ്പോൾ തന്നെ. കരാർ പൂർണ്ണമായും ലംഘിച്ചാണ് വിഴിഞ്ഞത്തിന്റെ ഓഹരി കൈമാറിയതെന്ന് മുൻ മന്ത്രി P. രാജീവ്. കരാർ ലംഘനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറയുന്നില്ല. തുറമുഖം, ധനകാര്യം, നിയമം, പൊതുഭരണ വകുപ്പ് എല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ വകുപ്പും ഒരാൾ തന്നെ കൈകാര്യം ചെയ്യുന്നത് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും രാജീവ് പറഞ്ഞു. ശുദ്ധമായ ഒരു കാര്യം നടന്നിരിക്കുന്നു. കരാർ വ്യവസ്ഥകളുടെ പരസ്യമായ ലംഘനം നടക്കുമ്പോൾ ഒരു അസംതൃപ്തി എന്ന വാക്കുകൊണ്ടാണോ അതിനെ പരാമർശിക്കേണ്ടത്? വിഴിഞ്ഞം പദ്ധതിയുടെ ധവളപത്രം പുറത്തിറക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വിഴിഞ്ഞം പദ്ധതി സർക്കാരിന്റെ കൂടി പണം മുടക്കിയ പദ്ധതി ആയതുകൊണ്ട് സുതാര്യത ഉറപ്പാക്കണം. സാമ്പത്തിക മേഖല ശക്തിപ്പെടുത്താനും തൊഴിലവസരത്തിനും സ്വകാര്യ നിക്ഷേപം അനിവാര്യമാണ്. CPM സർക്കാർ പദ്ധതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പരസ്യമാക്കണം. തുറമുഖങ്ങളിലെ സ്വകാര്യ നിക്ഷേപം രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് കരുതുന്നില്ല. സർക്കാരിനോട് ചോദിക്കാതെ ഓഹരി വിറ്റഴിക്കാനോ കരാറിൽ മാറ്റം വരുത്താനോ സാധിക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കഴിഞ്ഞ 10 കൊല്ലം നമ്മളെ സാമ്പത്തിക സ്ഥിതി നശിപ്പിച്ചു വെച്ച CPM-ൻ്റെ ഭരണം അതൊന്ന് പുറത്തു വരണമെങ്കിൽ, നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ അവസരങ്ങൾ സൃഷ്ടിക്കണമെങ്കിൽ, സാമ്പത്തിക സ്ഥിതി മാറ്റം കൊണ്ടുവരണമെങ്കിൽ, ശക്തമാക്കണമെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റും സ്വകാര്യ നിക്ഷേപം ഈ നാട്ടിൽ വരണം. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അദാനി ഗ്രൂപ്പിന്റെ പുതിയ നീക്കം. ഈ കരാറിൽ എന്ത് സംഭവിച്ചു, അതിൽ സംസ്ഥാന സർക്കാരിന്റെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ
വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ്, ഭരണപക്ഷത്തിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫിലിറ്റ്, മദ്യനികുതിയിലും അദാനി ഓഹരി കൈമാറ്റത്തിലും പ്രതിപക്ഷത്തെയും സ്വന്തം പാർട്ടിയെയും ഒരുപോലെ നേരിടേണ്ടി വരികയാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്. അദാനി വിഷയത്തിൽ പ്രതിപക്ഷത്തെക്കാൾ ഏറെ സമ്മർദ്ദം പാർട്ടിയിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇന്ന് നമ്മൾ കണ്ടതാണ്. തീരുമാനങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഒരു ഭാഗത്ത് ഉയരുന്നു. എന്നാൽ ഫയലുകൾ KPCC ഓഫീസിൽ കൊണ്ടുവരില്ല എന്ന് നിയമസഭയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് പ്രസ്താവിച്ച വി ഡി സതീശൻ എന്ത് നിലപാട് സ്വീകരിക്കും ഈ കാര്യങ്ങളിലടക്കം എന്നൊക്കെയാണ് ഇനി അറിയേണ്ടത്. തീർച്ചയായും വിവിധ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുഖ്യമന്ത്രി ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുന്നു എന്നൊരു വിഷയം, ആ വിഷയം വലിയ രീതിയിൽ വിവാദമാവുകയൊക്കെ ചെയ്യുമ്പോൾ അത് പ്രതിപക്ഷത്തിൽ നിന്നുള്ള സമ്മർദ്ദവും ഒപ്പം തന്നെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദവും ഒരുപോലെ ഏറ്റുവാങ്ങുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ നടപ്പാക്കുന്നു. അതുകൊണ്ട് തന്നെ സുപ്രധാനമായ തീരുമാനങ്ങൾ നടപ്പാക്കുമ്പോൾ പാർട്ടിയുമായി കൂടിയാലോചന കൃത്യമായി ഉണ്ടാകണം. ഇത് ആവശ്യപ്പെട്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി KPCC ജനറൽ സെക്രട്ടറി തന്നെ KPCC അധ്യക്ഷന് കത്ത് നൽകുന്നു. ഈ കത്തിൽ അടിയന്തരമായി KPCC ഭാരവാഹി യോഗം വിളിച്ചു ചേരണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്ത്. ഉറപ്പായി നമുക്കറിയാം, കത്ത് നൽകിയ വ്യക്തി കത്ത് നൽകിയ KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് KC വേണുഗോപാൽ പക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന നേതാവ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് KC പക്ഷം വലിയ രീതിയിൽ തന്നെ ഒരു വിമർശനം ഉന്നയിക്കുന്നു. വിവിധ വിഷയങ്ങൾ, അത് നികുതി ഘടനയുടെ വിഷയത്തിലായാൽ പോലും നമുക്കറിയാം എക്സൈസ് മന്ത്രി M ലിജു പോലും പല ഘട്ടങ്ങളിൽ ആ വിയോജിപ്പും ആ പരസ്യമായുള്ള പ്രതിഷേധവും ഒക്കെ പല ഘട്ടങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ തന്നെ മന്ത്രിസഭയിൽ എടുത്ത തീരുമാനം, മുഖ്യമന്ത്രി എടുത്ത തീരുമാനം, മന്ത്രിസഭാ തീരുമാനം അംഗീകരിക്കുന്നു എന്ന നിലപാടൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രി പ്രതികൂട്ടിലാകുന്ന നികുതി ഘടനയുടെ തീരുമാനത്തിലും ഒപ്പം വിഴിഞ്ഞം അദാനി വിഷയത്തിലുമൊക്കെയാണ്. പ്രതിപക്ഷ നികുതി ഘടനയിലെ വിഷയത്തിലൊക്കെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ അദ്ദേഹത്തിന് മദ്യനയം സർക്കാർ UDF ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മാത്രമേ വിൽപ്പന നടത്താൻ സാധ്യമാവുകയുള്ളൂ എന്ന് ആവർത്തിച്ച് പറയുകയും പ്രതിപക്ഷത്തെ അദ്ദേഹത്തിന് പ്രതിരോധിക്കാം. ഒപ്പം വിഴിഞ്ഞം വിഷയത്തിലായാലും ഇപ്പോൾ ഒരു ഉന്നതാധികാര സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം അനുമതി കൊടുക്കുന്നത് വളരെ കരുതലോട് ജാഗ്രത, ഉടനടി അനുമതി കൊടുക്കുന്നില്ല എന്നൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാം. പക്ഷേ പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങൾ അദ്ദേഹം എങ്ങനെ നേരിടുമെന്നാണ് അറിയേണ്ടത്. കാരണം അങ്ങനെ മുട്ടുമടക്കാൻ, അങ്ങനെ പിന്തിരിയാനോ തയ്യാറാകുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമുക്കിപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷം വി ഡി സതീശനെ കാണാൻ കഴിയുന്നത്. തുടക്കത്തിലൊക്കെ അദ്ദേഹം നിലപാടെടുക്കുമ്പോൾ തെറ്റിതിരുത്താനൊക്കെ, പ്രത്യേകിച്ച് ഗവൺമെന്റ് ലീഡർ നിയമനത്തിലൊക്കെ അങ്ങനെയാണ് അദ്ദേഹം നിലപാടൊക്കെ എടുത്തിരുന്നത്. പക്ഷേ അതിനുശേഷം വരുന്ന പല വിഷയങ്ങളും അദ്ദേഹം പിന്നോട്ട് പോകുന്നില്ല, പ്രത്യേകിച്ച് നികുതി ഘടനയിലെ വിഷയത്തിലൊക്കെ തന്നെയും. അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന എന്നൊരു വിമർശനം വരുമ്പോൾ എങ്ങനെ മുഖ്യമന്ത്രി അതിനെ നിലപാട് സ്വീകരിക്കും, എങ്ങനെ അതിൽ സ്വന്തം പാർട്ടിയിൽ അദ്ദേഹം എങ്ങനെയാകും ആ എതിർ സ്വരങ്ങളെ നേരിടുക എന്നതൊക്കെ വളരെ പ്രധാനം തന്നെയാണ്. പ്രത്യേകിച്ച് നിയമസഭയിൽ അദ്ദേഹം ഈ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടി ഫയലുകളൊക്കെ തന്നെ AK സെന്റർ വഴിയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ഒരു സർക്കാരല്ല UDF. പാർട്ടി ഇവിടുത്തെ ഫയലുകളൊന്നും തന്നെ KPCC ഓഫീസിൽ കൊണ്ടുപോകുകയില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞ പ്രതിപക്ഷത്തിന് നേരെ വിമർശിച്ച മുഖ്യമന്ത്രി വി ഡി സതീശൻ അത് സ്വന്തം അനുയായികൾക്ക് കൂടി നൽകിയ ഒരു മറുപടിയാണ്. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ ഈ ഒരു വിഷയത്തിൽ KPCC ഇങ്ങനെ ആവശ്യം വരുമ്പോൾ അത് എങ്ങനെയാകും രാഷ്ട്രീയമായി നേരിടുക എന്നൊരു ചോദ്യം തന്നെയാകും. എന്തായാലും വരും ദിവസങ്ങൾ സംസ്ഥാനത്ത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകം തന്നെയാണ്. അമ്പിളി, തീർച്ചയായും അൻഫിലിറ്റ് ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. സൂചിപ്പിച്ച പോലെ വിഴിഞ്ഞത്ത് അദാനി MSC ഡീലിൽ കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് കടുത്ത എതിർപ്പുയരുന്നത്. ഓഹരി കൈമാറ്റ നീക്കം സർക്കാരിനെ അറിയിക്കാത്തതിൽ പ്രതിപക്ഷത്തിന് മുമ്പേ എതിർപ്പ് അറിയിച്ചത് മുഖ്യമന്ത്രിയാണെന്നാണ് VD പക്ഷത്തിന്റെ വാദം. ഒപ്പം KC പക്ഷം വലിയ മുന്നറിയിപ്പ് നൽകുന്നു, അദാനിക്ക് കീഴടങ്ങരുത് എന്നുള്ള. ഒപ്പം പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദമുണ്ട്. എന്തായാലും വിഴിഞ്ഞം പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിന് വലിയ പണം വേണം. അതുകൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പ് 49% ഓഹരി MSCക്ക് വിൽക്കാൻ ഒരുങ്ങുമ്പോൾ സംസ്ഥാന സർക്കാർ അതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറെ നിർണായകം. കോൺഗ്രസിൽ പുതിയ കരുനീക്കം, പ്രധാന വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് കത്ത് ലഭിച്ചു. KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷാണ് കത്ത് നൽകിയത്. അടിയന്തര KPCC രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്ത്. നികുതി നിർദ്ദേശം ഉൾപ്പെടെ നിർണായക വിഷയങ്ങൾ മുഖ്യമന്ത്രി ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു എന്ന വിമർശനം പാർട്ടിക്കുള്ളിൽ ശക്തമാകുമ്പോഴാണ് യോഗം ചേരണമെന്ന ആവശ്യമുയരുന്നത്. ഗവൺമെന്റ് ലീഡർ നിയമനം മുതൽ വിഴിഞ്ഞം ഓഹരി വിൽപ്പന വരെ നിർണായകമായ പല വിഷയങ്ങളിലും സർക്കാരിനെതിരെ പ്രതിപക്ഷ വിമർശനം ശക്തമാണ്. എന്നാൽ ഇക്കാര്യങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം എന്നതിനപ്പുറം പാർട്ടിക്കുള്ളിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് എതിർചേരികൾ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ബജറ്റിൽ ഉൾപ്പെടുത്തിയ ഏറ്റവും സുപ്രധാന തീരുമാനം മുഖ്യമന്ത്രി മന്ത്രിസഭയെ പോലും അറിയിച്ചിരുന്നില്ല എന്നത് കടുത്ത വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിലും മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ എതിർപ്പുണ്ടായി. ഈ പശ്ചാത്തലത്തിലാണ് KPCCയുടെ അടിയന്തര ഭാരവാഹി യോഗം ചേരണമെന്ന ആവശ്യമുയരുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷാണ്
KPCC പ്രസിഡന്റിന് കത്ത് നൽകിയത്. സുപ്രധാന തീരുമാനങ്ങളിൽ പാർട്ടിയിൽ ചർച്ച ചെയ്ത് മാത്രമേ നിലപാടെടുക്കാവൂ എന്നാണ് ആവശ്യം. KC വേണുഗോപാൽ പക്ഷക്കാരനായ MR അഭിലാഷ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച് കത്തയക്കുമ്പോൾ പാർട്ടിക്കുള്ളിലെ ചേരിപ്പോരും മറനീങ്ങി പുറത്തുവരികയാണ്. വിഴിഞ്ഞം വിഷയത്തിൽ അദാനിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് KC വേണുഗോപാൽ ആവശ്യപ്പെടുന്നത്. VD സതീശൻ അദാനി ഡീലാണ് ഓഹരി വിൽപ്പനയ്ക്ക് പിന്നിലെന്ന് CPM ആരോപണം ഉന്നയിക്കുമ്പോഴാണ് KC വേണുഗോപാൽ സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പ് നൽകുന്നത്. ദേശീയ തലത്തിൽ അദാനിക്കെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം മുൻനിർത്തി KC ചൂണ്ടിക്കാട്ടുന്നത് BJP ഭരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളെ പോലെയല്ല ഈ വിഷയത്തിൽ കേരളത്തിന്റെ നിലപാടെന്നാണ്. അത് മുഖ്യമന്ത്രി VD സതീശനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്. അധികാരത്തിലേറി 1 മാസം പിന്നിടുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ കരുനീക്കം നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അലമാരയിൽ വെക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. FCRA നിയമത്തിന് ഉദ്ദേശശുദ്ധിയില്ലെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചില സമൂഹങ്ങളെയും സമുദായത്തെയും ലക്ഷ്യം വെച്ചുള്ളതാണ് നിയമം. നിയമത്തിന്റെ തെറ്റായ വശങ്ങൾ ചൂണ്ടിക്കാട്ടി നിയമസഭ പ്രമേയം പാസാക്കിയെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചി സീറോ മലബാർ സഭ ആസ്ഥാനത്ത് സെന്റ് തോമസ് ദിനാഘോഷത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നത്തെ സാമൂഹ്യ വിഷയങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റിന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യും. നയപ്രഖ്യാപനത്തിലും ബഡ്ജറ്റിലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് അലമാരയിൽ സൂക്ഷിക്കാനുള്ളതല്ല, നടപ്പിലാക്കാനുള്ളതാണ് എന്ന്. സഭയിൽ നടക്കുന്നത് സ്വാഭാവിക വർത്തമാനങ്ങളാണെന്നും അതിനെയൊന്നും ഗൗരവമായി കാണേണ്ടതില്ലെന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂൾ ബുക്കിലെ വ്യവസ്ഥകളാണ് പറഞ്ഞത്. സഭയുടെ ഡെക്കോറത്തോട് എല്ലാവരും യോജിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ ട്രോളിൻ്റെ ഒന്നുമല്ല, ഇതൊന്നും ബോധപൂർവം മനഃപൂർവ്വം പറയുന്നതല്ലല്ലോ. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസാണ്. ഒരു മറുപടി പറയും, നമ്മളതിന് റെസ്പോണ്ട് ചെയ്യും. ആ മാതിരി അത്ര ലൈറ്റായിട്ട് നമുക്കതിനെ കണ്ടാൽ മതി. സർക്കാർ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ലീഗ് മന്ത്രിമാർ പാർട്ടിയോട് ആലോചിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മദ്യനയത്തിൽ UDF-ൽ ചർച്ച ചെയ്ത ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. ശേഷാദ്രിനാഥിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്ന് നോക്കട്ടെയെന്നും ഇപ്പോൾ തന്നെ മുൻവിധിയോടെ കാണേണ്ടതില്ലെന്നും തങ്ങൾ മലപ്പുറത്ത് പ്രതികരിച്ചു. ED ഉദ്യോഗസ്ഥരെ CPM-കാർ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. നിലവിലെ അന്വേഷണത്തിൽ ഇടപെടാനില്ലെന്ന് കോടതി. അന്വേഷണം കാര്യക്ഷമമാണെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാരും ഹർജിയെ എതിർത്തിരുന്നു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത്. എന്നാൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് കോടതി അറിയിച്ചു. അന്വേഷണത്തിൽ അപാകതകൾ എന്തെങ്കിലും ഉണ്ടെന്ന് ഹർജിക്കാരനും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയില്ല. ഈ സാഹചര്യം പരിഗണിച്ചാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടാനില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയത്. നിലവിൽ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിക്കുന്നുണ്ടെന്നും ഗൂഢാലോചന നടത്തിയതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്നും സംസ്ഥാന സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. ഇക്കാര്യത്തിൽ EDക്കും സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ഒരു CBI അന്വേഷണം ഇപ്പോൾ അനിവാര്യമല്ലെന്നാണ് ഹൈക്കോടതി തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ അഭിഭാഷകൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അമൃത ന്യൂസ്, കൊച്ചി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മുൻ പ്രോസിക്യൂട്ടർ ഗീനാകുമാരിക്കെതിരെ വീണ്ടും പോലീസ്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കുമ്പോഴാണ് ഗീനാകുമാരിക്കെതിരെ പോലീസ് രംഗത്ത് വന്നത്. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് മുൻ പ്രോസിക്യൂട്ടർ സ്വീകരിച്ചു എന്ന് പോലീസിനു വേണ്ടി ഹാജരായ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയിൽ പറഞ്ഞു. ഗീനാകുമാരി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു. അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചു എന്നാണ് ഗീനാകുമാരി കോടതിയെ അറിയിച്ചത്. പ്രതികൾ ചെയ്തത് ഗൗരവമേറിയ കുറ്റമാണെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചു. കേസിൽ 10 പ്രതികളുടെ ജാമ്യഹർജിയാണ് പരിഗണിക്കുന്നത്. സംസ്ഥാന സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ സർക്കാരിന്റെ അന്ത്യശാസനം. വകുപ്പ് മേധാവികൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 3 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിവുകളുടെ കണക്ക് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. PSC നിയമനങ്ങളുടെ മെല്ലെപ്പോക്കിൽ വ്യാപക വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കർശന നിർദ്ദേശവുമായി സർക്കാർ രംഗത്തു വരുന്നത്. ആരോഗ്യ വകുപ്പിലും വിദ്യാഭ്യാസ വകുപ്പിലും ആയുഷ് വകുപ്പിലും വിവിധ ക്ഷേമനിധി വകുപ്പിലും ഒട്ടേറെ ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഇതുമൂലം പല വകുപ്പുകളിലും പ്രതിസന്ധി ഉടലെടുക്കുകയാണ്. PSC റാങ്ക് ഹോൾഡേഴ്സ് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ വകുപ്പിലെ ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ
മന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നതോടെയാണ് അന്ത്യശാസനയുമായി സർക്കാർ രംഗത്ത് വന്നത്. സർക്കാർ വകുപ്പുകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ഒഴിവുകൾ അടിയന്തരമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് നിർദ്ദേശം. വകുപ്പ് മേധാവികൾക്കാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് നൽകിയിരിക്കുന്നത്. ഒഴിവുകളുടെ കണക്കുകൾ 3 ആഴ്ചയ്ക്കകം സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായതായി KSEB. 200 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വരെ വൈദ്യുതിയുടെ ഉപഭോഗത്തിന്റെ കുറവാണുണ്ടായത്. ഇതോടെ കഴിഞ്ഞ ഏതാനും ദിവസമായി സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണവും ഒഴിവാക്കി. സംസ്ഥാനത്ത് ഏതാനും ദിവസമായി മഴ വ്യാപകമായതോടെയാണ് വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടായത്. 200 മെഗാവാട്ട് മുതൽ 400 മെഗാവാട്ട് വൈദ്യുതിയുടെ കുറവാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 5 ദിവസമായി ആഭ്യന്തര ഉൽപ്പാദനത്തിലെ കുറവ് പരിഹരിക്കുന്ന പവർ പൂളിൽ നിന്നും KSEBക്ക് വൈദ്യുതിയും ലഭിക്കുന്നുണ്ട്. ഇതോടെ ഏർപ്പെടുത്താൻ നിശ്ചയിച്ച വൈദ്യുതി നിയന്ത്രണം കഴിഞ്ഞ 5 ദിവസമായി KSEB ഒഴിവാക്കി. അതേസമയം സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി ഒഴിവാക്കുന്നതിനുള്ള ഹ്രസ്വകാല നടപടികളുമായി KSEB മുന്നോട്ട് പോവുകയാണ്. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങുന്ന പുതിയ കരാറിലേക്ക് KSEB പോയേക്കും. ഇതിനു പുറമെ ദീർഘകാല അടിസ്ഥാനത്തിൽ കുറഞ്ഞ വിലയിൽ വൈദ്യുതി വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ട് വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനാണ് KSEBയുടെ തീരുമാനം. ഡിസംബർ വരെ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതിനും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ KSEBക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. നാളെ 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന ഇടിമിന്നലോടുകൂടിയ അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 9 ജില്ലകളിലും നാളെ 11 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട്. ജൂലൈ 7 വരെ സംസ്ഥാനത്ത് മഴ തുടരും. പൊതുജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദിക്കരകളിലും അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും, കർണാടക തീരങ്ങളിൽ 7-ാം തീയതി വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ മണ്ണിടിച്ചിലിൽ വൻ നാശനഷ്ടം. മുംബൈ, ഡൽഹി, UP എന്നിവിടങ്ങളിൽ അടുത്ത 24 മണിക്കൂറിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അസം, അരുണാചൽ പ്രദേശ്, സിക്കിം ഉൾപ്പെടെ വടക്കുകിഴക്കൻ മേഖലയിലും കനത്ത മഴ തുടരുകയാണ്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമാണ് മഴയിലും മിന്നൽ പ്രളയത്തിലും ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായത്. ഹിമാചൽ പ്രദേശിൽ 4 മരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുംബൈയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പെയ്ത കനത്ത മഴ വെള്ളപ്പൊക്കത്തിന് കാരണമായി. ഡൽഹി, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ ഇടവിട്ട് അതിതീവ്ര മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ജമ്മു കശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ വിനോദസഞ്ചാരികളും തീർത്ഥാടകരും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പരിശോധിച്ച് യാത്ര ക്രമീകരിക്കണമെന്നും രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു. ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഡൽഹിയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മഴക്കെടുതി കേന്ദ്ര സർക്കാർ പ്രത്യേകം വിലയിരുത്തി. അസമിൽ വീണ്ടും മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകി. നേരത്തെ ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകി 6 ജില്ലകളിൽ വെള്ളപ്പൊക്കവും കനത്ത നാശനഷ്ടവും സംഭവിച്ചിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഓപ്പറേഷൻ തൂഫാൻ ആരംഭശൂരത്വമല്ലെന്നും മയക്കുമരുന്ന് ശൃംഖലകളുടെ അടിവേരിളക്കിയിട്ട് മാത്രമേ കേരള പോലീസ് പിന്മാറൂ എന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ജനകീയ ബോധവൽക്കരണ ക്യാമ്പയിനായ തൂഫാൻ ജാഗരണിന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. സ്ത്രീകളുടെ സ്വൈര്യ ജീവിതം ഉറപ്പുവരുത്തുമെന്നും സിനിമാ മേഖലയെ പരിശോധനയിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര സംസ്ഥാന ഏജൻസികളുടെ സഹായത്തോടെ വിപുലമായ പദ്ധതി തയ്യാറാക്കി
മയക്കുമരുന്നിന്റെ തലസ്ഥാനമെന്ന കുപ്രസിദ്ധിയിൽ നിന്ന് പെരുമ്പാവൂരിനെ മോചിപ്പിക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. അതിഥി തൊഴിലാളികളെ മയക്കുമരുന്ന് ഇടപാടുകൾക്ക് മറയാക്കരുതെന്നാവശ്യപ്പെട്ട മന്ത്രി തൊഴിലാളികൾ താമസിക്കുന്ന കോളനിയിൽ നേരിട്ടെത്തി അവരുമായി സംവദിച്ചു. आगे लाने के लिए हमको एक साथ मिलकर के कोशिश करना है। हम ये नहीं बताते हैं कि आप लोग नशीले पदार्थों को व्यापार करते हैं, आप लोग इसको इस्तेमाल करते हैं, ये नहीं। ലഹരി മരുന്ന് ശീലങ്ങളിൽ നിന്ന് വിമുക്തി നേടാൻ അവരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചു. ये मेरे लिए, मेरे परिवार के लिए और एक बेहतर समाज के लिए मेरा कर्तव्य है. ഗുണ്ടകളല്ല, സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരുമ്പാവൂരിൽ സംഘടിപ്പിച്ച റാലിയിൽ DGP, ജനപ്രതിനിധികൾ, സ്കൂൾ വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനകൾ, വ്യാപാര സംഘടനകളടക്കം കനത്ത മഴയെ അവഗണിച്ച് പങ്കെടുത്തു. മറ്റ് സംസ്ഥാനങ്ങളും ഇപ്പോൾ ഏറ്റുവാങ്ങിയ ലഹരിക്കെതിരെയുള്ള കേരളത്തിന്റെ കൊടുങ്കാറ്റ് ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിച്ചപ്പോൾ 5260 കേസുകളിലായി 5634 അറസ്റ്റ് ഇന്ന് 12 മണിവരെ നടന്നിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇതുപോലെ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം നടന്നിട്ടില്ലെന്ന് മന്ത്രി അറിയിച്ചു. പോലീസ് മാത്രം വിചാരിച്ചാൽ ഇത് നടപ്പാക്കാൻ കഴിയില്ല. ജനങ്ങളുടെ പരിപൂർണമായ സഹകരണം കേരള സർക്കാരിന് വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിഥി തൊഴിലാളികളെ മറയാക്കിയും അവരെ ഉപയോഗിച്ചും ലഹരി മാഫിയ കേരളത്തിൽ തന്നെ വൻതോതിലുള്ള ലുക്രേറ്റീവ് ബിസിനസ്സായി ഇത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ലഹരിക്ക് അടിമകളായ ഏതാണ്ട് 70ഓളം ആളുകളെ ഞങ്ങളിപ്പോൾ ആശുപത്രികളിൽ ചികിത്സിക്കുകയാണ്. സാധാരണ ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ദൗത്യമാണ് കേരള പോലീസ് നിറവേറ്റുന്നത്. തമിഴ്നാട്, കർണാടക, തെലങ്കാന, പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ DGPമാരുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നത് തടയാൻ വിപുലമായ പദ്ധതി യോഗത്തിൽ തയ്യാറാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി. പാലക്കാട് തൂഫാൻ സംഘത്തെ ആക്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കേസിലെ മുഖ്യപ്രതി ജിനേഷ് സൈനികനാണ്. അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു ജിനേഷ്. ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ദിവസം ഹേമാംബിക നഗർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധവുമായി താനൂർ അമൃത വിദ്യാലയം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പിന്തുണയുമായി വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയും റാലിയും ശ്രദ്ധേയമായി. ലഹരി എന്ന മഹാവിപത്തിനെതിരെ വിദ്യാർത്ഥികളെയും സമൂഹത്തെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് താനൂർ അമൃത വിദ്യാലയത്തിൽ ഓപ്പറേഷൻ തൂഫാൻ സംഘടിപ്പിച്ചത്. താനൂർ MLA PK നവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ കലാലയങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും വലിയ പങ്ക് വഹിക്കാനുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ മതിൽക്കെട്ടിനപ്പുറത്ത് ലഹരി കാത്തിരിപ്പുണ്ട്. അതിനോട് നോ പറയാൻ, എന്നെ നിങ്ങളുടെ കെണിയിൽ വീഴിക്കാൻ കഴിയില്ല എന്ന ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ, അങ്ങനെ ഒരു സംഘം ഇവിടെ കറങ്ങി നടക്കുമ്പോൾ നിങ്ങളുടെ വലയിൽപ്പെടാൻ മാത്രം ദുർബലമല്ല ഞാൻ, അതിനെ അതിജയിക്കാനുള്ള കരുത്ത് അമൃത സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുണ്ട് എന്ന് ഒരുമിച്ച് പറയാൻ ഈ സദസ്സ് നിങ്ങൾക്ക് ശക്തി പകരേണ്ടതുണ്ട് എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. പ്രിൻസിപ്പൽ നിരാമയാമൃത ചൈതന്യ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങൾ വ്യക്തമാക്കുന്ന മനോഹരമായ മൈം പ്രദർശനവും അരങ്ങേറി. ലഹരിമുക്ത സമൂഹവും സൃഷ്ടിക്കുന്നതിനായി ഞാൻ പ്രവർത്തിക്കും. ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് ശേഷം ബോധവൽക്കരണ റാലിയോടെയാണ് പരിപാടികൾ സമാപിച്ചത്. താനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ നസ്ല ബഷീർ, വാർഡ് കൗൺസിലർ ബേബി ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൃത ന്യൂസ്, മലപ്പുറം. വിൽപ്പനയ്ക്ക് നിയന്ത്രണമുള്ള മരുന്നുകൾ കൊറിയർ വഴി എത്തിച്ച കേസിൽ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ യുവാവ് അറസ്റ്റിൽ. പൊൻകുന്നം സ്വദേശി EA ഷംസുദ്ദീൻ എന്ന 27-കാരനെയാണ് കാഞ്ഞിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെഡ്യൂൾ Hൽ ഉൾപ്പെടുന്ന മരുന്നാണ് ഇയാൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് കൊറിയർ വഴി എത്തിച്ചത്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോടെ മാത്രം മെഡിക്കൽ സ്റ്റോറുകളിൽ വാങ്ങാൻ കഴിയുന്ന മരുന്നാണിത്. കൊറിയർ വഴി മരുന്ന് എത്തിക്കുന്നതായി രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് ഷംസുദ്ദീനെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ചെറിയ വിലയ്ക്ക് വാങ്ങുന്ന മരുന്ന് 500 രൂപ നിരക്കിലാണ് ഇയാൾ വിറ്റിരുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 1.25 ലക്ഷം രൂപയുടെ മരുന്നുകൾ ഇയാൾ വിറ്റതായി കണ്ടെത്തി. അബ്കാരി നയം നിലവിൽ വന്നാലേ വീര്യം കുറഞ്ഞ മദ്യത്തിലെ തീരുമാനമുണ്ടാകൂ എന്ന് മന്ത്രി M ലിജു. CPM-നെ പോലെ കോൺഗ്രസിൽ ഏകാധിപതികളില്ല. കോൺഗ്രസിലെ നേതാക്കൾക്ക് സർക്കാർ തീരുമാനങ്ങളിൽ ആശങ്കകൾ പറയാം. 3 തവണ തോറ്റിട്ടാണ്
ജയിച്ചു കയറിയത്. അതിനാൽ ഇപ്പോൾ കിട്ടിയ അവസരത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അബ്കാരി പോളിസി സാധാരണ രീതിയിൽ നിലവിൽ വരേണ്ടത് ഏപ്രിൽ മാസത്തിലാണ്, അതോടെ മനസ്സിലായി. പക്ഷെ കഴിഞ്ഞ തവണ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ 8 മാസങ്ങൾക്ക് ശേഷമാണ് അബ്കാരി പോളിസി നിലവിൽ വന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതെന്ന മെയ് മാസം 18-ാം തീയതിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. അപ്പോൾ ഏപ്രിൽ മാസത്തിലെ അബ്കാരി പോളിസി ഈ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പറ്റുമോ? സർക്കാരിന്റെ മദ്യനയത്തെ വിമർശിച്ച് മാർത്തോമ സഭാ അധ്യക്ഷൻ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത മദ്യം പൂർണ്ണമായും വർജിക്കുകയാണ് സഭയുടെ ലക്ഷ്യം. ഒരു തരം ലഹരിയും സമൂഹത്തിലുണ്ടാവാൻ പാടില്ലെന്നും വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മെത്രാപ്പൊലീത്ത പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വേദിയിലിരുത്തിയായിരുന്നു സഭാധ്യക്ഷന്റെ വിമർശനം. മലങ്കര മാർത്തോമ സുറിയാനി സഭ മദ്യത്തിന് എതിരാണ്. അതുകൊണ്ട് തന്നെ വീര്യം കുറഞ്ഞതായിട്ടുള്ള മദ്യമെന്നോ വയസ്സ് കുറഞ്ഞതായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മദ്യം കൊടുക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് ഒന്നും തന്നെ സ്വീകരിക്കുന്നതിനായിട്ട് സാധിക്കുകയില്ല. മദ്യരഹിത കേരളമായിട്ട് തീരണം എന്നതാണ് ഈ സഭയുടെ ആഗ്രഹം. കോഴിക്കോട് വിവാദമായ കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ CPM ലോക്കൽ കമ്മിറ്റി അംഗം ജിതിൻ ഭാസ്കറിന് ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് VS ബിന്ദുകുമാരിയാണ് ജാമ്യം അനുവദിച്ചത്. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടാത്തതിനാൽ ജാമ്യം നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അതേസമയം തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാമ്യം നൽകരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ നിലപാട്. 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിലും മാസത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ശനിയാഴ്ചകളിൽ ഹാജരാകണമെന്ന നിബന്ധനയോടുകൂടിയുമാണ് ജാമ്യം അനുവദിച്ചത്. നേരത്തെ ജിതിന്റെ ജാമ്യാപേക്ഷയിൽ 2 തവണ വിധി പറയുന്നത് മാറ്റിയിരുന്നു. വടകര 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ജില്ലാ കോടതിയെ ജിതിൻ സമീപിച്ചത്. ബ്രോഡ്കാസ്റ്റ് വഴി 200 പേർക്ക് ജിതിൻ കാഫിർ സ്ക്രീൻഷോട്ട് സന്ദേശം അയച്ചുവെന്നും തെളിവ് നശിപ്പിച്ചുവെന്നുമാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. ജില്ലാ ഫോറൻസിക് വിഭാഗത്തിന് ഇത് സംബന്ധിച്ച തെളിവ് ലഭിച്ചിട്ടുണ്ട്. വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ മറ്റൊരു ഡിവൈഎഫ്ഐ നേതാവ് റിബേഷ് രാമകൃഷ്ണൻ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചിരുന്നുവെന്ന് നേരത്തെ SIT അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. വടകര സ്ക്വാഡ് എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാണ് ജിതിൻ. ജിതിൻ തന്നെയാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന നിഗമനത്തിലാണ് SIT. ജിതിൻ ആർക്കു വേണ്ടി ചെയ്തുവെന്ന അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. വടകരയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച കേസാണിത്. ഷാഫി പറമ്പിലിനെ ദീനിയായ മുസ്ലിമായും KK ശൈലജയെ കാഫിറായും ചിത്രീകരിച്ച് യൂത്ത് ലീഗ് പ്രവർത്തകൻ മുഹമ്മദ് കാസിമിനെ ഇരയാക്കിയായിരുന്നു പോസ്റ്റ് പ്രചരിപ്പിച്ചത്. കേസിൽ നേരത്തെ ചോദ്യം ചെയ്ത ഡിവൈഎഫ്ഐ അംഗം റിബേഷ് രാമകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇത് ജൂലൈ 7-ന് പരിഗണിക്കും. അതേസമയം നേരത്തെ കേസിൽപ്പെട്ട മുഹമ്മദ് കാസിമിനെ പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പ്രതിപ്പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ CPM നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം തടയാൻ അന്വേഷണ സംഘം ശ്രമിച്ചത് രാഷ്ട്രീയ പ്രേരിതമെന്ന് ജിതിന്റെ അഭിഭാഷകൻ രാംദാസ്. നേരത്തെ അവസാനിപ്പിച്ച കേസ് വീണ്ടും പുതിയ അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചത് ചിലരുടെ താല്പര്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. പുതിയ സർക്കാർ വന്നപ്പോൾ ഒരു പുതിയ ടീം ഉണ്ടാക്കുന്നു. ഈ ആദ്യം ചോദ്യം ചെയ്ത ആളെയൊക്കെ വിളിച്ചു വരുത്തുന്നു. അങ്ങനെ വീണ്ടും എന്ത് ചെയ്യുന്നു, അവരെ പ്രതിയാക്കുന്നു. ആ സംഭവമാണ് ഉണ്ടായത്. ഏതായാലും ഇത് കോടതിയിൽ നമ്മൾ കാര്യങ്ങൾ തെളിയിക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. നിരോധിത രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും വിൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 2 യുവാക്കൾ ഇടുക്കിയിൽ പിടിയിൽ. കണ്ണൂർ മട്ടന്നൂർ സ്വദേശി അജ്നാസ് KP, കൊല്ലം കിളിക്കൊല്ലൂർ സ്വദേശി സജിത്ത് എന്നിവരാണ് തൊടുപുഴ പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 5 LSD സ്റ്റാമ്പുകളും 1.93 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പോലീസ് പിടിച്ചെടുത്തു. പ്രദേശത്ത് ലഹരി വിൽപ്പന നടക്കുന്നതായ വിവരത്തെ തുടർന്ന് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇരുവരും കുടുങ്ങിയത്. എറണാകുളം പാലാരിവട്ടത്ത് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്നതിനിടയിലുള്ള പരിചയമാണ് ഇരുവരും തമ്മിലുള്ളത്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. കോട്ടയം പാലായിൽ നിന്നും പോണ്ടിച്ചേരി മദ്യം പിടികൂടിയ സംഭവത്തിൽ പാലാ സ്പൈസ് വാലി ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളെ പ്രതി ചേർത്തു. എക്സൈസ് സംഘം നടത്തിയ തണ്ടർ പരിശോധനയിൽ ലയൺസ് ക്ലബ്ബിൽ നിന്നും 8 കുപ്പി പോണ്ടിച്ചേരി മദ്യമാണ് പിടികൂടിയത്. മദ്യം കടത്താൻ ഉപയോഗിച്ചതെന്ന് സംശയിക്കുന്ന സ്വിഫ്റ്റ് ഡിസയർ കാറും ടയോട്ട അർബൻ ക്രൂയിസർ കാറും പിടിച്ചെടുത്തു. സ്പൈസ് വാലി ലയൺസ് ക്ലബ്ബ് ഭാരവാഹിയായ പാലാ ലാലം മാനിത്തോട്ടത്തിൽ തോമസ് കുട്ടി എബ്രാഹാമിനെ കേസിൽ പ്രതി ചേർത്തു. ലയൺസ് ക്ലബ്ബിന്റെ സൂക്ഷിപ്പുകാരനായ ശരത്തിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു.